ഇനി നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, 6 ഓഫ് വാൻഡ്സ് ചിലർക്കെങ്കിലും ഒരു വിക്ടറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലവ് ലൈഫിലാവാം, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് കാര്യത്തിലായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വിക്ടറി വരുന്നതായിട്ട് ഡിവൈൻ പറയുന്നു. ടവർ ചിലർക്കെങ്കിലും ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ തളർന്നു പോകാതിരിക്കുക. തളർന്നു പോയാൽ എല്ലാം കൈവിട്ടു പോകും. തളർന്നു പോകാതെ അടുത്തത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് അത് വിക്ടറിയിൽ എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇത് വീണിരുന്നു, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. 5 ഓഫ് കപ്സ് നിങ്ങളിൽ ചിലരെങ്കിലും വളരെ സങ്കടമായിട്ട് ഒരുപാട് ഓവർ തിങ്കിങ്ങിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വയം ഹീല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ, പ്രാർത്ഥന മുതലായ കാര്യങ്ങൾ, ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യുക, അമ്പലം, പള്ളി, എവിടെയാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അവിടെ പോയി ഒന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനാണ് അവിടെ പറയുന്നത്. ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക ഉറപ്പായിട്ടും. 3 ഓഫ് വാൻഡ്സ് അത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് വളരെ കൺഫ്യൂസ്ഡ് ആണ് കുറേ പേർക്കെങ്കിലും. ഒരു ചെറിയ വെക്കേഷന് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ഔട്ടിങ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരു ചെറിയ യാത്ര നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും, ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഒരു കടയിലൊക്കെ പോയി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക, ഒരു ചെറിയ ഔട്ടിങ്, അത്രയേ ഉള്ളൂ. കുറച്ച് സമയം നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. നൈറ്റ് ഓഫ് സ്വാർഡ്സ് പെട്ടെന്ന് തന്നെ ആക്ഷൻ, അതായത് നിങ്ങളൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കയ്യിൽ വെച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാനാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിലരെങ്കിലും പ്രൊപ്പോസ് ചെയ്യണോ വേണ്ടയോ, ജോബ് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് ഡിവൈൻ പറയുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കുറച്ച് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിലും കൂടി ഫോക്കസ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രം ആലോചിച്ച് ബാക്കി റെസ്പോൺസിബിലിറ്റീസ് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ജോലിയാവട്ടെ, കുടുംബത്തിലെ ബാക്കി മെമ്പേഴ്സ് ആവട്ടെ, എല്ലാവരുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. ലാസ്റ്റ് കാർഡ്, ദ സ്റ്റാർ. ഡിവൈനെ പൂർണ്ണമായും വിശ്വസിക്കുക. എല്ലാം ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ വിശ്വാസം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് മുറുകെ പിടിക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.